ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം. തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധം. അതായത് ഒരു കുട്ടി വന്ന് പറഞ്ഞു അമ്മ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് ടോബിയിലേക്ക് പറഞ്ഞായിരുന്നു നമുക്കറിയില്ല എന്താ സാഹചര്യം, റെസ്ക്യൂ നടക്കട്ടെ. പക്ഷേ ഇതേപോലെ ആളൊഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം, അതിനാണ് പ്രാധാന്യം. ആ റെസ്ക്യൂ നടക്കട്ടെ. വീണ്ടും ഇത് ഉന്നയിക്കാൻ പോവുക, യാതൊരു സംശയമില്ല. ഇത് ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട, ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ കാഷ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്ക് ഇപ്പൊ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സംഭവിച്ചെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമല്ല. അതിന് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ. ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സവുമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ്, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു? 1.5 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. അതേപോലെ ചോദ്യങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്. ആരും ഞങ്ങള് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പൊതുപ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അറിയാനാ. നമുക്ക് ആ പുറത്തുപോയ ഒരു ലേഡിയാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിന് അന്വേഷണം നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇവർക്ക് രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല, ആരാണെന്ന് അറിയില്ല, എന്താ സാഹചര്യം എന്നറിയത്തില്ല. അതിലേക്ക് എത്തട്ടെ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂർ വൈകി? അവിടുന്ന് ആളെ എടുക്കുവാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആര് ഉത്തരവാദിത്വം പറയും? അതറിയില്ല. അത് ആ റെസ്ക്യൂ വർക്ക് നടക്കട്ടെ. നിങ്ങൾ നീക്കൂടെ. ടോബിക്ക് തുടരാം. ഇപ്പോൾ അവിടെ ഇതൊരു ഒഴിഞ്ഞ കെട്ടിടമാണ് എന്ന മട്ടിൽ ഇതിനെ ആരോഗ്യമന്ത്രിയും ഒക്കെ നിസ്സാരവൽക്കരിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു അടച്ചിട്ട കെട്ടിടമാണ്, അതാണ് തകർന്നു വീണത്, നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതാണല്ലോ ഇപ്പോൾ ഒരാൾ അതിൽ കുടുങ്ങിയും അവരെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാദങ്ങൾ പൊളിയുന്നുണ്ട്. ഈ പുറത്തെടുത്ത ആളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ടോബി? ആരാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ആരും തന്നെ അതിനെക്കുറിച്ചൊരു പറയുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തലയോലപ്പറമ്പ് സ്വദേശിയെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അവർ തന്നെയാണോ എന്നിനി അറിയേണ്ടിയിരിക്കുന്നു. ആരാണ്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ സംഭവം നടന്ന് ഇവിടെ ഓടിയെത്തുമ്പോൾ ആ പ്രദേശത്ത്, ആ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ് നിന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ അന്വേഷിച്ചിരുന്നു, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ. 2 പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുവരെ അവിടെ നിന്നവരും രക്ഷാപ്രവർത്തനം നടത്തിയവരുമൊക്കെ പറഞ്ഞത്. അവരെ 2 പേരെയും, ഒന്ന് ഒരു അമൽ എന്ന് പറയുന്ന വ്യക്തിയാണ്, കാഷ്വാലിറ്റി ജീവനക്കാരനാണ്. സ്ട്രെച്ചർ വന്നിടിച്ച്, ആ സംഭവം നടന്ന സമയത്ത് സ്ട്രെച്ചർ വന്നിടിച്ച് പരിക്കേറ്റു എന്നാണ് പറഞ്ഞത്. 2 ഒരു അലീന ത്രേസ്യാമ എന്ന് പറയുന്ന ഒരു രോഗിക്കൊപ്പം കൂട്ടിരിപ്പിന് വന്ന ഒരു അലീന എന്ന് പറയുന്ന 11 വയസ്സുകാരി പെൺകുട്ടി, അവർക്കും പരിക്കേറ്റു എന്നാണ് അറിഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു മിസ്സിംഗ് അത് അല്പനേരം കഴിഞ്ഞാണ്, അതായത് ഏകദേശം 1 മണിക്കൂർ അടുക്കുമ്പോഴാണ് ഇങ്ങനൊരു മിസ്സിംഗ് നടന്നിട്ടുണ്ട് എന്നൊരു സംശയം പുറത്തു വന്നത്.